നമസ്കാരം. ഇന്ന് മലബാർ കിച്ചണിൽ മലബാറിൻ്റെ സ്പെഷ്യൽ സ്നാക്കായ ഉന്നക്കായയാണ്. അപ്പം മിക്കവരും പറയാറുണ്ട് ഉന്നക്കായ റെഡിയാക്കി എടുക്കുന്ന സമയത്ത് ആ കറക്റ്റ് ഷേപ്പിൽ കിട്ടുന്നില്ല, കൂടുതൽ എണ്ണ കുടിക്കുന്നതെന്നൊക്കെ ഉള്ളത്. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ ചായക്കടയിൽ നിന്നൊക്കെ വാങ്ങിക്കഴിക്കുന്ന അതേ രുചിയിൽ തന്നെ വീട്ടിലുണ്ടാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമ്മുടെ മലബാർ കിച്ചൺ ചാനലിലൂടെ ഒത്തിരി മലബാർ സ്പെഷ്യൽ സ്നാക്സ് നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട്. ക്യാരറ്റ് പോളയും കായ്പോളയും അതുപോലെ ചിക്കൻ ബങ്കിയൊക്കെ. അപ്പോൾ ആ പ്ലേലിസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി, അതിനകത്ത് ഒത്തിരി സ്നാക്സ് ഉണ്ട്. എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഇന്നീ ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുവാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ റെസിപ്പീസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തായി കാണുന്ന കുഞ്ഞു ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും അതിൻ്റെ കൂടെ ഓപ്പണായി വരുന്ന ബോക്സിൽ ഓൾ എന്ന് ടിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഉന്നക്കായ റെഡിയാക്കി എടുക്കുന്ന ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന 3 നേന്ത്രപ്പഴമാണ്. ഇത് ആവിക്ക് വെച്ച് ഒന്ന് വേവിച്ചെടുത്തിട്ടുള്ളതാണ്. ഇഡ്ഡലിത്തട്ടിൽ വെച്ച് സ്റ്റീം ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഉന്നക്കായ റെഡിയാക്കി എടുക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം, നേന്ത്രപ്പഴം ഒരിക്കലും നല്ല പഴുപ്പ് കൂടിയ നേന്ത്രപ്പഴം ഒരിക്കലും ഇതിനു വേണ്ടി ഉപയോഗിക്കരുത്. അങ്ങനെയുള്ള പഴുപ്പ് കൂടിയ പഴമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഉന്നക്കായയിൽ കൂടുതലായിട്ട് എണ്ണ ഉണ്ടാവുകയും ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് കറക്റ്റ് ഷേപ്പ് ചെയ്തെടുക്കാനും കഴിയില്ല. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അധികം പഴുപ്പ് കൂടിയത് ഉപയോഗിക്കാൻ പാടില്ല, നന്നായിട്ട് പഴുപ്പ് കുറഞ്ഞത് ഉപയോഗിക്കാൻ പാടില്ല. ഒരു മീഡിയം വരുന്ന പാകത്തിൽ നോക്കിയിട്ട് എടുക്കാൻ നോക്കുക. അപ്പോൾ ആവിക്ക് വെച്ച് വേവിച്ചതിന് ശേഷം നമുക്കിതിൻ്റെ തൊലി ഒന്ന് കളഞ്ഞെടുക്കാം. അപ്പോൾ പഴത്തിൻ്റെ തൊലിയൊന്ന് കളഞ്ഞതിന് ശേഷം പഴത്തിൻ്റെ ഈ പുറം ഭാഗത്തായിട്ട് വരുന്ന ചെറിയ ചെറിയ നാരുകളുണ്ടല്ലോ, അതൊന്ന് എടുത്ത് മാറ്റാം. അപ്പോൾ ഇതിൻ്റെ നാരൊന്ന് കളഞ്ഞതിന് ശേഷം ഇതൊന്ന് ഇടുകി ഒന്ന് കീറിയെടുക്കാം. നമുക്ക് ഇതുപോലെ ഒന്ന് കീറിയെടുത്തിട്ട് ഇതിൻ്റെ നടുഭാഗത്തായിട്ട് കാണുന്ന ആ കറുപ്പ് കളർ ഉണ്ടല്ലോ, ഇതുപോലെ നമുക്ക് പെട്ടെന്ന് നമ്മൾ ആവിക്ക് വെച്ച് എടുക്കുമ്പോഴത്തേക്കാണ് ഇത് നമുക്ക് പെട്ടെന്ന് ഇതിൽ നിന്ന് ഇളക്കി മാറ്റാൻ കഴിയും. അപ്പോൾ അതൊന്ന് ഇതിനകത്തുനിന്ന് മാറ്റാം. പഴത്തിൻ്റെ നടുവിലുള്ള ആ കറുപ്പ് മുഴുവനായിട്ട് നീക്കം ചെയ്തതിന് ശേഷം കുറച്ച് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് മുറിച്ചെടുത്താൽ മതി ഇതുപോലെ. എന്നിട്ട് നമുക്കൊരു ബൗളിലോട്ടേക്ക് ഇതൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ഇതുപോലെ ഒരു ബൗളിൽ ചേർത്തിട്ട് ഒരു തവിയോ അതല്ലെങ്കിൽ ചപ്പാത്തിക്കോലൊക്കെ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കുക. ഉടച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് ശരിക്കും നല്ലതുപോലെ നമുക്കിത് ഉടഞ്ഞു കിട്ടണം. ഇതിൽ പഴത്തിൻ്റെ കഷ്ണങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല. അതായത് മാവ് നമ്മൾ റെഡിയാക്കി എടുക്കില്ലേ, ഇപ്പോൾ ചപ്പാത്തിക്കൊക്കെ നമ്മൾ കുഴച്ചെടുക്കില്ലേ, അതുപോലെ വേണം നമ്മൾ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പഴത്തിൻ്റെ കഷ്ണങ്ങൾ ശരിക്കും തവി വെച്ചിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് ഉടച്ചെടുക്കുക. അപ്പോൾ തവിയോ അതല്ലെങ്കിൽ ചപ്പാത്തിക്കോലോ വെച്ച് തന്നെ ഇത് ഉടച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. മിക്സിയിലൊക്കെ ഇട്ട് നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ ഈ പഴം പെട്ടെന്ന് ഇങ്ങനെ വെള്ളം പോലെ ആയിട്ട്, ചിലപ്പോൾ നമ്മൾ എല്ലാ സമയത്തല്ല, ചില പഴമൊക്കെ നമ്മൾ അങ്ങ് അടിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ഷേപ്പ് ചെയ്തെടുക്കാൻ കഴിയില്ല, വെള്ളം വന്നിട്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഏറ്റവും നല്ലത് ഇതുപോലെ അടിച്ചെടുക്കുന്നതാണ്. അതിനുശേഷം കൈ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക ഒന്നുകൂടി. അപ്പോൾ ഇതിലോട്ടുള്ള ഫില്ലിംഗ് റെഡിയാക്കി എടുക്കുന്നതിനായിട്ട് ആദ്യമേ തന്നെ ഒരു പാത്രം വെച്ച് അത് നല്ലതുപോലെ ഒന്ന് ചൂടാക്കിയെടുക്കാം. ചൂടായി വന്ന ചീനച്ചട്ടിയിലോട്ടേക്ക് ഒരു ടേബിൾ സ്പൂൺ തുടങ്ങി 1.5 ടേബിൾ സ്പൂൺ വരെ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഇനി ചൂടായി വന്ന നെയ്യിലോട്ട് കുറച്ച് കശുവണ്ടിപ്പരിപ്പ് ഉണക്കമുന്തിരിയും ചേർത്ത് കൊടുക്കുക. അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അളവിൽ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 10-12 കശുവണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. കശുവണ്ടിപ്പരിപ്പ് ഉണക്കമുന്തിരിയും റോസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിലോട്ടേക്ക് തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനൊരു അരമുറി തേങ്ങയാണ് ഉപയോഗിച്ചിട്ടുള്ളത്, ചെറിയ തേങ്ങ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് മധുരത്തിന് ഞാനൊരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് പഞ്ചസാരയ്ക്ക് പകരം വേണമെങ്കിൽ ശർക്കര ഉപയോഗിക്കാം. അപ്പോൾ ശർക്കര പാനിയായിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരിത്തിരി വെള്ളം മാത്രം എടുത്ത് ഉരുക്കിയെടുത്താൽ മതി. അതല്ലെങ്കിൽ ശർക്കര ഒന്ന് ചീകിയിട്ടിട്ട് തേങ്ങയായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താലും മതി. അപ്പോൾ പഞ്ചസാരയോ ശർക്കരയോ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താം. ഇനി ഇതിലോട്ട് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കപ്പൊടിയാണ്. അപ്പോൾ പഞ്ചസാരയും ഏലക്കയും കൂടി ഒന്ന് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതുകൂടി ചേർക്കാം. ഇനി പഞ്ചസാര നന്നായി ഉരുകി വരുന്നത് വരെ ഇതൊന്ന് യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ ഞാൻ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 നുള്ളി ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് യോജിപ്പിച്ചെടുക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിലിട്ട് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ ഉന്നക്കായയിലോട്ടേക്കുള്ള ഫില്ലിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെ റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഇനി കയ്യിലൊരു ഇത്തിരി എണ്ണ തടവുക. എന്നിട്ട് ചെറിയ ചെറിയ റോളായിട്ട് എടുക്കുക. ഒരു നെല്ലിക്ക വലുപ്പത്തിലൊക്കെ എടുത്താൽ മതി. എന്നിട്ട് കയ്യിൽ വെച്ചിട്ട് പതുക്കെ ഒന്ന് പരത്തി കൊടുക്കാം. പരത്തി എടുക്കുന്ന സമയത്ത് ഒത്തിരി തിന്നായിട്ടും പരത്തിയെടുക്കരുത്, ഒത്തിരി തിക്കായിട്ടും പരത്തിയെടുക്കരുത്. നമ്മൾ നല്ല തിന്നായിട്ടാണ് പരത്തിയെടുക്കുന്നതെങ്കിൽ ഫില്ലിങ്സ് പെട്ടെന്ന് നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് പൊട്ടി പുറത്തോട്ട് പോകാൻ സാധ്യതയുണ്ട്. അതുപോലെ നല്ല വണ്ണത്തിൽ പരത്തി കഴിഞ്ഞാൽ നമുക്ക് ആ ഫില്ലിങ്സിൻ്റെ ടേസ്റ്റ് കിട്ടില്ല, ജസ്റ്റ് പഴം പുഴുങ്ങിയിട്ട് കഴിക്കുന്ന ആ ഒരു രുചിയേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരു ഏകദേശം കണ്ടില്ല, ഈ ഒരു തിക്നെസ്സിലൊന്ന് പരത്തിയെടുത്താൽ മതി. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ്സിന് കുറച്ച് ചേർത്ത് കൊടുക്കുക.
അപ്പോൾ ഫില്ലിങ്സ് ചേർത്തതിന് ശേഷം പഴം ജസ്റ്റ് ഇതുപോലെ വെച്ച് ഒന്ന് ഒട്ടിച്ചെടുക്കുക. സൈഡ് ഭാഗത്തുനിന്ന് ഇതുപോലെ കണ്ടില്ലേ, നല്ലതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കുക. ഫില്ലിങ്സ് ചേർത്ത് ഇതുപോലെ കറക്റ്റ് ഒന്ന് ഒട്ടിച്ചെടുത്തതിന് ശേഷം കയ്യിൽ വെച്ച് ജസ്റ്റ് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കുക. നമുക്ക് ഉന്നക്കായുടെ ഷേപ്പ് അറിയില്ല, ഒരു ഷേപ്പിലൊന്ന് റോൾ ചെയ്തെടുക്കുക. ഇതുപോലെ ഒന്ന് കണ്ടില്ലേ, കയ്യിൽ വെച്ച് റോൾ ചെയ്യുമ്പോഴത്തേക്കും നല്ല കറക്റ്റ് ഷേപ്പായിട്ട് കിട്ടും നമുക്ക്. അപ്പോൾ ഇതുപോലെ നമുക്ക് മുഴുവൻ ഒന്ന് റോൾ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ മുഴുവൻ ഒന്ന് റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇനി ഫ്രൈ ചെയ്തെടുക്കുന്നതിനായിട്ട് ഞാനൊരു പാത്രത്തിലോട്ട് ആവശ്യത്തിന് വെജിറ്റബിൾ ഓയിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണയിലും ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഈ ഉന്നക്കായ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ തവി വെച്ച് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. അതല്ലെങ്കിൽ പെട്ടെന്ന് ഈ പഴം അങ്ങ് കറുപ്പ് കളറടിച്ച് പോകും. അപ്പോൾ ഒന്ന് എണ്ണയിൽ ചേർത്ത് കഴിഞ്ഞ പാടെ തന്നെ സ്പൂൺ വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി തിരിച്ചിട്ട് കൊടുത്തുകൊണ്ടേ ഇരിക്കുക. ആദ്യത്തെ ബാച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ല, ഈ ഒരു കളറാകുമ്പോൾ വേണം നമ്മൾ എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാൻ വേണ്ടിയിട്ട്. ഇതിന് നമുക്കൊരു ടിഷ്യൂ പേപ്പറിലോട്ടോ അതല്ലെങ്കിൽ കിച്ചൺ ടവലിലോട്ടേക്കോ മാറ്റിയാൽ മതി. അപ്പോൾ എക്സ്ട്രാ എണ്ണ ഉണ്ടെങ്കിൽ അതങ്ങ് പോയി കിട്ടിക്കോളും. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ളത് കൂടി നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം. മലബാറിൻ്റെ സ്പെഷ്യൽ സ്നാക്കായ ഉന്നക്കായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല എളുപ്പമല്ലേ റെഡിയാക്കി എടുക്കാൻ. എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. നെക്സ്റ്റ് വീഡിയോയിൽ ഇനി നല്ലൊരു വെറൈറ്റി ഡിഷായി കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.